വലിയൊരു അത്ഭുതമാണ്. കാരണം വെച്ചാൽ ആ സംഭവം വർക്കൗട്ട് ആയാൽ KSRTC രക്ഷപ്പെടും. ഞങ്ങൾക്ക് ടയർ KSRTC വാങ്ങണ്ട. ഒരു മാസം തന്നെ കോടിക്കണക്കിന് രൂപയാണ് ടയറും അതിന്റെ റീത്രെഡ് ചെയ്യുന്ന മെറ്റീരിയലും വാങ്ങാൻ വേണ്ടി KSRTC ഉപയോഗിക്കുന്നത്. ഇപ്പൊ ചില കമ്പനികൾ വന്നിട്ടുണ്ട്, അവർ പറഞ്ഞേക്കുന്ന പ്രപ്പോസൽ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ടയർ KSRTC വാങ്ങണ്ട, KSRTC റീത്രെഡ് മെറ്റീരിയലും വാങ്ങണ്ട, ടയറിന്റെ ചുമതല മുഴുവൻ അവർ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ ഒരു കമ്പനി പ്രപ്പോസൽ തന്നിരിക്കുകയാണ്. ഞങ്ങളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് 1 കിലോമീറ്റർ ഇത്ര പൈസ വെച്ച് ഞങ്ങൾക്ക് തന്നാൽ മതി. ഒരു വണ്ടി 1 കിലോമീറ്റർ ഓടുമ്പോൾ ഇത്ര പൈസ തരിക. അപ്പൊ KSRTCക്ക് ടയർ വാങ്ങണ്ട, ടയറും ട്യൂബും ഒന്നും വാങ്ങണ്ട. ഈ ടയർ മാറ്റിയിടുന്നതും പഞ്ചറായാൽ അടുത്ത നിമിഷത്തിൽ തന്നെ ഓടിയെത്തി മാറ്റി നോക്കുക ഈ കമ്പനി തന്നെയായിരിക്കും. അങ്ങനെയാണ് അവരുടെ സർവീസ് പറഞ്ഞത്. വലിയൊരു അത്ഭുതമാണ്. കാരണം വെച്ചാൽ ആ സംഭവം വർക്കൗട്ട് ആയാൽ KSRTC രക്ഷപ്പെടും. KSRTCയുടെ ടയർ ഉൽപ്പാദനം വാങ്ങാൻ അങ്ങ് നിൽക്കും. കോടിക്കണക്കിന് രൂപയുടെ ടയർ വാങ്ങാൻ നിൽക്കും. ചില ടയർ കമ്പനിക്കാർ ടയർ തരും, തേഞ്ഞു പോകും നേരത്തെ. ഗ്യാരണ്ടി പറഞ്ഞ കിലോമീറ്റർ കിട്ടത്തില്ല. പിന്നെ ഇപ്പോഴും വർഷങ്ങൾ എടുക്കുകയാണ്. ഇപ്പൊ ഞാനിപ്പോ മന്ത്രിയായിരിക്കുമ്പോൾ 10 വർഷം മുമ്പൊക്കെ നടന്ന സംഭവങ്ങളുടെ പണത്തിന് വേണ്ടി ആൾക്കാർ കയറി ഇറങ്ങിയാണ്. കാരണം അന്ന് ടയർ കൊടുത്തു, ആ ടയറിന് വേണ്ടത്ര കിലോമീറ്റർ കിട്ടിയില്ല, അതുകൊണ്ട് പൈസ പിടിച്ചു വെച്ചു, അത് വേണം എന്നൊക്കെ പറഞ്ഞ് കേസും കോടതിയും സുപ്രീം കോടതി വരെ കേസ് നടക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഒഴിവായി കിട്ടും. കാരണം ഈ കമ്പനിക്ക് കൊടുത്താൽ ടയർ അവർ കൊണ്ട് എല്ലാ കമ്പനിയും ടയർ കാണും, MRFന്റെ CAT എല്ലാ ടയറും കാണും. അവർ ടയറുകൾ കൊണ്ടുവരും, അവർ ടയറിടും, ഓടിക്കും. നമ്മളൊരു കിലോമീറ്റർ എത്ര വെച്ച് കൊടുത്താൽ മതി. അപ്പൊ ടയർ അവര് ഇട്ടോളും, അവർ മാറ്റിക്കോളും, അവര് റൊട്ടേറ്റ് ചെയ്തോളും. എല്ലാ കാര്യങ്ങളും അതിന്റെ ത്രെഡ് ചെയ്യുന്നതും എല്ലാം അവർ തന്നെ ആയിരിക്കും. നമ്മൾ ടയർ എന്നൊരു സാധനത്തെ പറ്റി ചിന്തിക്കേണ്ട. നമ്മുടെ വണ്ടി പഞ്ചറായി എന്ന് വിവരം കൊടുത്താൽ മാത്രം മതി, അവർ തന്നെ വന്ന് ടയർ മാറ്റിയിട്ട് ഓടിച്ചോളും. അപ്പൊ ഈ പല വണ്ടികളും ഓടുമ്പോൾ ഇതിന്റെ 6 വീലും തറയെ തൊടുന്നില്ല. പുറയിലത്തെ 4 വീലിൽ 2 വീല് പലപ്പോഴും തറയെ തൊടുന്നത്. കാരണം ഈ ടയറുകൾ തമ്മിൽ വലിപ്പ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കാർ തന്നെ എടുക്കുക, ഇന്നോവയ്ക്ക് തന്നെ 2 തരം ടയർ വരുന്നു. ആ അളവ് തെറ്റിക്കഴിഞ്ഞാൽ ഒരെണ്ണം തറയെ തൊടൂല. അപ്പൊ മറ്റേ തേഞ്ഞങ്ങ് പോവുകയും ചെയ്യും, ഇത് തറയെ തൊടാതിരിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ടയറിന്റെ കാര്യത്തിൽ വലിയ അപകടകരമായ സംഭവമുണ്ട്. അത് മനസ്സിലാക്കാതിരുന്നാൽ ഈ കറക്റ്റ് ഒരേ അളവിലുള്ള ടയർ വേണം. ഇപ്പം സിയറയുടെ പുതിയ കാർ ഇറങ്ങുന്നു, ഓരോ മോഡലിന് ഓരോ ടയറാണ്. മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരെണ്ണം മാറിയിരുന്നാൽ ഒരെണ്ണത്തിന്റെ തേയ്മാനം കൂടും, മറ്റേ കുറയും. അങ്ങനെ KSRTC ബസ്സിന്റെ പല ടയറുകളും തറയിൽ തൊടുന്നില്ല. ഈ ബാക്കിലത്തെ ടയർ, ഉള്ളിലത്തെ ടയർ, അല്ലെങ്കിൽ പുറത്തെ ടയർ തറയിൽ പിടുത്തമില്ല. അങ്ങനെ ഈ ടയറിന്റെ കാര്യത്തിൽ വലിയ കുഴപ്പമാണ് സംഭവിച്ചുകൊണ്ട് അത് മാറ്റാനുള്ള ഒരു പരിശ്രമം നടത്തുകയാണ്. അപ്പൊ ടയറിന്റെ മാർക്കറ്റ് കേരളത്തിൽ വർദ്ധിക്കും. കാരണം ഈ ടയറെല്ലാം പല കമ്പനികളിൽ നിന്ന് ടയർ വാങ്ങും. നമ്മളെ ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ റബ്ബർ അധിഷ്ഠിതമായ പ്രോഡക്റ്റുകൾ. ഞാൻ പണ്ടൊന്ന് പ്ലാൻ ചെയ്തതാണ്. ഞാൻ പണ്ട് 2001 ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കുമ്പോൾ ഈ റബ്ബറിന്റെ മിക്സ് ചെയ്യുന്ന ഒരു മെഷീനുണ്ട്, ബാൻബറി എന്ന് പറഞ്ഞൊരു മെഷീനാണ്. ഈ മെഷീനാണ് റബ്ബറിനെ ഒരു പേസ്റ്റ് പരുവത്തിലാക്കും, ഒരു ക്രീമിന്റെ പരുവത്തിലാക്കും, ഉരുക്കിയിട്ട് അത് തിരുവനന്തപുരത്ത് റബ്ബർ വർക്സിലുണ്ടായിരുന്നു. വലിയ വിലയുള്ളത്, അതിനൊരു 2-3 കോടി രൂപ വില വരും. ആ സാധനം വെച്ചിട്ട് അതിനകത്ത് ഇത് ഉരുക്കിയതിനു ശേഷം ഈ റബ്ബർ എടുക്കും. റബ്ബർ ഇങ്ങനെ പേസ്റ്റ് പോലെ ആവും. ഇതിനെ ഏത് മോൾഡിൽ ഇടുന്നോ ആ മോൾഡായി മാറും. അപ്പൊ അന്ന് എന്റെ ഐഡിയ ഈ ത്രെഡ് റബ്ബർ ഉണ്ടാക്കുക KSRTC തന്നെ കമ്പനി തുടങ്ങാനുള്ള പരിപാടി. ഇപ്പോഴും ആ പദ്ധതി ഉണ്ട്, പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയില്ല എന്നുള്ളേ ഉള്ളൂ. കാരണം അത് ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്കും വാങ്ങുന്നതൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അത് നിർത്തിവെച്ചാണ്. ഇപ്പോഴും ആ പ്രോജക്റ്റ് നമ്മുടെ ഉണ്ട്. അപ്പൊ ഈ ടയർ ഉണ്ടാക്കുന്ന ടയർ പോലെ തന്നെ ഈ വണ്ടിയുടെ ബുഷ് അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. കാരണം ഈ ടയർ മാത്രമല്ല, റബ്ബർ ബുഷ് ഉണ്ട് റെയിൽവേയുടെ. അപ്പൊ SFCK ഇങ്ങനെ ഒരു സാധനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ SFCKക്ക് റെയിൽവേയുമായി ബന്ധപ്പെട്ടാൽ റെയിൽവേയുടെ മുഴുവൻ ബുഷ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഭയങ്കര അതിന്റെ ഒരു 4-1 അല്ലെങ്കിൽ 10-1 ഓർഡർ സംഘടിപ്പിച്ചെടുക്കാമെങ്കിൽ എല്ലാവർക്കും തൊഴിലാവും ഇഷ്ടം പോലെ. കാരണം ഇതങ്ങോട്ട് കൊടുത്തിട്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന വനിതകൾ തന്നെ ഉണ്ട്, റബ്ബർ ടാപ്പ് ചെയ്ത് പാലൊക്കെ എടുത്തോണ്ട് പോകുന്നു. ഈ ബാൻബറി ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവച്ചിട്ടേ ഈ ബാൻബറിന്ന് ഉരുക്കുന്ന സാധനം വീട്ടിലോട്ട് കൊടുത്തയക്കുക. വീട്ടിൽ കൊണ്ടുവച്ച് ഈ അച്ചല്ല ഒരു 3-4 വീടിന് ഒരു അച്ച് വയ്ക്കുക. ഈ അച്ച് വെച്ച് അടിച്ച് റെഡിയാക്കിയിട്ട് തിരിച്ച് പാക്കറ്റിലാക്കി കൊണ്ടുകൊടുത്താൽ അതിനോട് പൈസ കിട്ടും. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഉപജീവനം രക്ഷപ്പെടുത്താനുള്ള പല പരിപാടികളുണ്ട്. കാരണം ഇത് SFCK റബ്ബറിന് വില കൂടി ഇതാണ്ട് ഇവിടെ ഇടിച്ചങ്ങ് നിൽക്കാൻ പോവുകയാണെന്നുള്ളതല്ല. ഭാവനാസമ്പന്നമായ ഒരുപാട് പരിപാടികൾ വേറെ ഈ റബ്ബർ പാൽ ഉപയോഗിച്ച് തന്നെ പല സാധനങ്ങളും ഉണ്ടാക്കി വിറ്റുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. അതിനൊന്നും തടസ്സങ്ങളില്ല. അങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങളുടെയൊക്കെ പിന്തുണ വേണം. വളരെ നല്ലൊരു കാര്യം ചെയ്ത വകുപ്പ് മന്ത്രിയെയും ചെയർമാനെയും MDയെയും മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് 31-ാം തീയതി അവരുടെ ശമ്പളം ഒരു ദിവസം മുമ്പേ കൊടുക്കുന്ന ഒരു തരത്തിലേക്ക് KSRTC മാറ്റിയെടുത്തത് പത്തനാപുരത്തിന്റെ MLA ആണെന്ന അഭിമാനം, എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള ഒരു ക്രെഡിറ്റ് ആണ്. ഇതിന്റെ അവകാശം ഇത് ആരാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ഓരോരുത്തരുമാണ് എന്ന് പറയണം. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊരു ബുദ്ധിമുട്ടും വരാതെ ഈ കമ്പനി മുന്നോട്ട് പോകട്ടെ. SFCKക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും സംതൃപ്തിയോടെ തൊഴിൽ ചെയ്യാനും അതിന്റെ വേതനം വാങ്ങാനും ജീവിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ
ഉദ്ഘാടന പ്രസംഗം നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച